ഹായ് സുന്ദരീസ്, ഇപ്പൊ മൾക്കോട്ടന്റെ ഒരു ട്രെൻഡ് ആണല്ലേ. അപ്പൊ ഈ സാരി ആണെങ്കിലും അതെ ഇപ്പൊ നല്ല ട്രെൻഡിങ്ങിലായിട്ടുള്ളത് തന്നെയാണ്. ബ്ലാക്കും അതേപോലെ ഗോൾഡൻ പിന്നെ റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത്. നല്ല സുഖമാണ് കേട്ടോ മൾക്കോട്ടൻ ഉടുക്കാനൊക്കെ. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാ. കഴുകി കഴിഞ്ഞാലൊക്കെ നന്നായിട്ട് അത് ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് മേടിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് റെഡ് ബ്ലൗസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്താലോ. ഒരു വിധാണ് കേട്ടോ ഞാൻ ഈ ബ്ലൗസിനകത്ത് കയറി പറ്റിയ എന്തോ ഒരു ടൈറ്റാന്നറിയോ. എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് ശേഷമാണ് ഈ ബ്ലൗസ് ഇടുന്നത്. ഒന്ന് ശ്വാസം വിട്ട് അത് പൊട്ടിത്തെറിക്കും. പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഉണ്ടല്ലോ നമുക്ക് സാരിയുടെ ഈ ഭാഗം കുറച്ചൊന്ന് ഇങ്ങോട്ട് നീക്കിയിട്ട് അണ്ടർസ്കേർട്ടിന്റെ ഒപ്പം സൈഡിലേക്ക് ആക്കിയിട്ട് പിൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്ത് പിടിച്ചിട്ട് ടക്കിൻ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളത് ബാക്കിലേക്ക് ആക്കാം. ഇനി ഇവിടുത്തെ പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. കഴിഞ്ഞു. സാരി എടുത്തില്ലേ, അതാണ് ഈ മൾക്കോട്ടൺ സാരിയുടെ പ്രത്യേകത. പെട്ടെന്ന് എടുക്കാം. ഇത് നൈക്കയുടെ ചായ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. പക്ഷെ ബുള്ളറ്റ് ഫോമിലുള്ളതാണ്. നമ്മൾ യൂഷ്വലി മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല യൂസ് ചെയ്യാറുള്ളത്. അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇനി ചെറിയൊരു കമ്മലും കുറച്ച് വളയിടാം. മുടി നമുക്ക് അഴിച്ചിടാം അല്ലെ. കെട്ടാൻ എനിക്ക് മടിയാവും. അപ്പൊ നീരിടാം കേട്ടോ. മൾക്കോട്ടൺ സാരീസ് കൂടുതലും ബ്ലൗസ് പീസ് ഇല്ലാണ്ടാണ് കേട്ടോ വരിക. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ബ്ലൗസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ്. ഇത് വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന സാരിയാണ്. പക്ഷെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു കംപ്ലീറ്റ് ലുക്ക് അങ്ങ് മാറും കേട്ടോ. അപ്പൊ മൾക്കോട്ടൺ സാരീസ് ഇഷ്ടമുള്ളവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ലവ് യു സോ മച്ച്. ബൈ.